നമ്മൾ വിചാരിച്ച സമയത്ത് പടം തീർന്നു കിട്ടിയില്ല. അതും ഒരു ആവറേജ് വന്ന് നിന്നു. അന്ന് മമ്മൂക്കയ്ക്ക് കുറച്ച് ക്ഷീണം വന്ന ഒരു സമയമാണ്, കുറച്ച് ക്ഷീണകാലമായ സമയമാണ്. അതാണ് യഥാർത്ഥത്തിൽ എനിക്ക് പിന്നെ ഒരു ഗ്യാപ്പ് യഥാർത്ഥത്തിൽ വന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി എൻ്റെ റൂട്ട് ഇതൊന്നും അല്ല. ബാബുന് ഒരു അസാധ്യമായൊരു സബ്ജക്റ്റ് എഴുതി കൊടുക്കണം, ഇമ്മീഡിയറ്റ് എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞു. എനിക്കൊരു 10 പടം എഴുതാനുണ്ട്, ഈ സ്ക്രിപ്റ്റ് എഴുതാനുണ്ട്. കാരണം പുള്ളി ഹിറ്റ് മേക്കർ. മമ്മൂക്കയ്ക്ക് ഏതാണ്ട് ഒരു 10 പടത്തിന് അഭിനയിക്കാനുമുണ്ട്. മമ്മൂക്ക പറഞ്ഞു ഇല്ല, വെരി സീരിയസ് ബാബു, ഞാനായിട്ട് അത്ര ഭീകര അടുപ്പമാണ്, ബാബുവിനൊരു എഴുതി കൊടുത്തേ പറ്റുള്ളൂ, നീ ഈ പടം ഹിറ്റായാൽ എനിക്ക് ഇനി കണ്ടിന്യൂസ് ആയിട്ട് പടം കിട്ടും, ഇല്ലെങ്കിൽ ഇതുകൊണ്ട് ഞാൻ സിനിമ നിർത്തേണ്ടി വരും. അസിസ്റ്റൻ്റായിട്ട് പോലും എന്നെ ഒരാൾ കയറ്റത്തില്ല. ഡെന്നിസ് ഇത്ര ഹിറ്റ് മേക്കറായിട്ട് പോലും എന്നെ ഡയറക്ടറാക്കി വെച്ച് പടം ചെയ്യാനുള്ളൊരു പ്രൊഡ്യൂസർ ഇല്ല. അല്ലെങ്കിൽ പലരും എനിക്ക് മുമ്പ് വാഗ്ദാനം തന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരും പറഞ്ഞു നമുക്ക് അടുത്ത പടം, ഞാനിപ്പോൾ 2 പടം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെന്നിസ് പറഞ്ഞു ഞാൻ 1-2 പേരെ 3-4 പേരെ നോക്കി, ഒന്നും ഒത്തു വന്നില്ല, ഇല്ലെങ്കിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. മമ്മൂക്ക പറഞ്ഞു. മണിസാർ വന്നിട്ട് മണിസാറിന് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി പറഞ്ഞു ഇത് ഒരാഴ്ചത്തെ പടം. എന്നിട്ട് പറഞ്ഞാൽ നേരെ മാനേജറിനെ വിളിച്ച് പറഞ്ഞു 2 ആഴ്ച ഡേറ്റ് എടുത്താൽ മതി. നൂൺ ഷോ കഴിഞ്ഞു. അപ്പോൾ പടം കുഴപ്പമില്ല എന്നുള്ള റിപ്പോർട്ട് ഓൾ കേരള വന്നു. മാറ്റിന് കഴിഞ്ഞപ്പോഴത്തേക്കും ഹിറ്റാണെന്ന് പറഞ്ഞ റിപ്പോർട്ട് മാറ്റിന് കഴിഞ്ഞു. ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ സൂപ്പർ ഹിറ്റാണെന്ന് പറഞ്ഞു. സെക്കൻഡ് ഷോ കഴിഞ്ഞപ്പോൾ നിലയ്ക്കാത്ത ഹിറ്റാണ്. രാത്രി വന്ന റിപ്പോർട്ട് അങ്ങനെയാണ്. നെക്സ്റ്റ് ഡേ ധന്യാലും രമ്യയിലും ആക്കി പടം. എല്ലായിടത്തും ഹെവി കളക്ഷനും ഭയങ്കര ക്ലാപ്സും. കൊട്ടയം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ട്രാക്ക് ശരിയാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു മേക്കിംഗ് ശരിയാണെന്ന് ഒരു കോൺഫിഡൻറ്റ് എൻ്റെ മനസ്സിൽ വന്നു. ഇതൊരു സങ്കടം വന്നു കഴിഞ്ഞത് നമ്മൾ മോഹൻലാലിന് ഞാനായിട്ട് ഭയങ്കര അടുപ്പമാണ്. അദ്ദേഹത്തിന് വെച്ച് എനിക്കൊരു പടം, ആദ്യത്തെ പടം കഴിഞ്ഞിട്ട് 2-3 പ്രോജക്റ്റ് പ്ലാൻ ചെയ്ത് മാറി പോയിക്കൊണ്ടിരുന്നു. ഈ കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞ സിനിമ സാറിൻ്റെ ഏറ്റവും വലിയ കൾട്ട് ഹിറ്റാണ്, ഏറ്റവും വലിയ പണമാരി പടം. അദ്ദേഹത്തിന് മമ്മൂക്ക ചെയ്ത ക്യാരക്ടർ ഇന്നും നിലനിൽക്കുന്ന ഇന്നും ആളുകൾ പറയുന്നൊരു കഥാപാത്രമാണ്. സത്യത്തിൽ ആ സമയത്ത് മമ്മൂക്കയുടെ കരിയറൊക്കെ തന്നെ ഒരുപാട് സീരിയസ് കഥാപാത്രങ്ങൾ ചെയ്യുന്ന സമയം. സാറിൻ്റെ സിനിമകളിൽ ചെറിയൊരു പരാജയമൊക്കെ സംഭവിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ മമ്മൂക്കയെ കോമഡി ചെയ്യിപ്പിക്കുന്നു. താങ്കളുടെ സിനിമകളാണെങ്കിൽ അത്ര വിജയമല്ല. സത്യത്തിൽ അത് നിങ്ങളുടെ 2 പേരുടെ കാര്യത്തിൽ ഒരു വലിയൊരു റിസ്ക് അല്ലായിരുന്നു അത്, പ്രത്യേകിച്ച് സാറിൻ്റെ കാര്യത്തിൽ? ഇങ്ങനെ റിസ്ക് ഓവർകം ചെയ്തത് എങ്ങനെയാണ്? റിസ്ക് വെച്ചാൽ ആക്ച്വലി ഞാൻ ഒരു 4 പടങ്ങൾ ഈ കോട്ടയം കുഞ്ഞിന് മുമ്പേ ചെയ്തിട്ടുണ്ട്. ഒന്നും മോശം പടങ്ങൾ, ചെറിയ പടങ്ങളല്ല. അത് ഇപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യത്തെ പടം ഇതാ ഇന്ന് മുതൽ, പിന്നെ ഒരു നാൾ ഇന്നൊരു നാൾ, പൊന്നും കുടത്തിൽ പോട്ട്, ശ്രീനിവാസൻ്റെ സ്ക്രിപ്റ്റ്, ജഗദീഷിൻ്റെ കഥ. അതിനകത്ത് ഈ കോമഡി കംപ്ലീറ്റ് കാര്യങ്ങൾ ശങ്കർ അടക്കം, നെടുമണി ചേട്ടൻ അടക്കം എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. പിന്നെയുള്ള പടം ശംഖുനാഥം എന്ന് പറഞ്ഞ പടമാണ്. മമ്മൂക്ക, രതീഷ്, സുരേഷ് ഗോപി, നളിനി, വലിയ സ്റ്റാർ കാസുള്ള പടമാണ്. അതും എനിക്കൊരു ആവറേജ്, കാരണം അത് നമ്മൾ വിചാരിച്ച സമയത്ത് പടം തീർന്നു കിട്ടിയില്ല. അതും ഒരു ആവറേജ് വന്ന് നിന്നു. അന്ന് മമ്മൂക്കയ്ക്ക് കുറച്ച് ക്ഷീണം വന്ന ഒരു സമയമാണ്, കുറച്ച് ക്ഷീണകാലമായ സമയമാണ്. അതാണ് യഥാർത്ഥത്തിൽ എനിക്ക് പിന്നെ ഒരു ഗ്യാപ്പ് യഥാർത്ഥത്തിൽ വന്നത്. അല്ലെങ്കിൽ മമ്മൂക്കയെങ്കിലും അന്ന് മമ്മൂക്കയ്ക്ക് മാർക്കറ്റ് ഉണ്ടെങ്കിൽ മമ്മൂക്കയുടെ പേര് പറഞ്ഞ് എനിക്കൊരു പടം ചെയ്യാം. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ചെറിയ ഒരു ക്ഷീണകാലം വന്നു. അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി എൻ്റെ റൂട്ട് ഇതൊന്നും അല്ല. ഞാൻ ചെയ്ത പടങ്ങൾ അത്യാവശ്യം ഓടി കാഴ്ച കിട്ടിയ കാര്യങ്ങളായി. ഈ സംഘനാഥ ഇതുപോലെ തന്നെ വളരെ ബുദ്ധിമുട്ടി. എൻ്റെ റൂട്ട് അതല്ല. ഞാൻ എൻ്റെ ഒരു സ്റ്റാൻഡ് ചെയ്യണ, എനിക്ക് യഥാർത്ഥത്തിൽ വരേണ്ട ലേബൽ ഇതല്ല എന്ന് മനസ്സിൽ ഇങ്ങനെ ഇട്ടു. ആ സമയത്ത് മമ്മൂക്ക വീണ്ടും കയറി വന്നു. ന്യൂഡൽഹി മറ്റ് പടങ്ങൾ കയറി വന്നു. മമ്മൂക്ക ഏതാണ്ട് ഒരു മാർക്കറ്റ് വീണ്ടും വന്നു. CBI റിക്വയർ വന്നു. അതോടുകൂടി അദ്ദേഹം സ്റ്റാൻഡായി. ആ സമയത്ത് അദ്ദേഹം 1-2 കോമഡി പടങ്ങൾ ചെയ്തു. അത് വർക്കൗട്ടായില്ല. അത് എന്ത് കാരണങ്ങളും ഉണ്ടാവാം. ഈ സമയത്ത് എനിക്ക് ഗ്യാപ്പ് വന്നപ്പോൾ ഞാനും മമ്മൂക്കയായിട്ട് ഭീകര അടുപ്പവും എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ സംസാരിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്താണ് അടുത്ത പരിപാടി എന്ന് ചോദിച്ചാൽ, മമ്മൂക്ക സബ്ജക്റ്റ് ഒന്നും ആയിട്ടില്ല, ഒരു കാര്യം ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരി, ഞാൻ 2-3 ദിവസം കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞു. ഒരു ദിവസം അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു കാര്യം ചെയ്യുക, ഞാനിവിടെ ഒരു 20 ദിവസമുണ്ട്, എന്ന് വരാൻ പറ്റും? ഞാൻ നാളെയോ മറ്റന്നാൾ വരാം. എന്നാൽ മറ്റന്നാൾ ഇങ്ങ് പോര്, റെയിൽവേ സ്റ്റേഷനിൽ എൻ്റെ വണ്ടി ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ വന്നു, എറണാകുളം റെയിൽവേ സ്റ്റേഷൻ വന്നു. ഞാൻ നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നേരെ ഞങ്ങൾ രണ്ടും കൂടെ പോകുന്നത് ഡയറക്ടർ സാജേട്ടൻ്റെ ലൊക്കേഷനിലാണ്. അവിടെ ചെന്നു, ഞങ്ങൾ ഇരുന്നു, സംസാരിച്ചു. അദ്ദേഹം സാജേട്ടനൊക്കെ വർഷങ്ങൾ മുമ്പേ പരിചയമുണ്ട്. എല്ലാവരായിട്ടിരുന്ന് സംസാരിച്ചു. വൈകുന്നേരം ഒരു 5 മണിയായപ്പോൾ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. മമ്മൂക്ക നേരെ വീട്ടിൽ വന്നു. അവിടെ ചായ തന്നിട്ട് എന്നെ നേരെ കൊണ്ടുപോകുന്നത് ഡെന്നിസ് ജോസഫിൻ്റെ വീട്ടിലേക്കാണ്. അവിടെ കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഡെന്നിസേ ഇതാ ബാബു അറിയാമല്ലോ. അപ്പോൾ ഡെന്നിസ് ഞാനായിട്ട് ഭയങ്കര അടുപ്പമൊന്നുമില്ല, ഞങ്ങൾ ഇടയ്ക്ക് പരിചയമൊക്കെ ഉണ്ട്. എനിക്കറിയാം സുരേഷ് ബാബുവിനെ എനിക്കറിയാമെന്ന് പറഞ്ഞു. ബാബുവിന് ഒരു അസാധ്യമായൊരു സബ്ജക്റ്റ് എഴുതി കൊടുക്കണം, ഇമ്മീഡിയറ്റ് എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പ്ലാൻ ചെയ്യാം എന്ന് പറഞ്ഞ് എൻ്റെ ഹാളിൽ ഇരിക്കാൻ പറഞ്ഞിട്ട് ഡെന്നിസ് മമ്മൂക്കയും വിളിച്ചിട്ട് നേരെ പുള്ളിയുടെ അകത്തേക്ക് പോയി. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്തു വന്നു.
എന്നിട്ട് അപ്പോൾ നമുക്ക് പറഞ്ഞു ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഞാൻ വെയിറ്റ് ചെയ്യാം, നിങ്ങൾ തമ്മിൽ സംസാരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഡെന്നീസ് പറഞ്ഞു മമ്മൂക്ക പൊയ്ക്കോ. കാരണം ഇവരുടെ തമ്മിലുള്ള വീട് ഏതാണ്ട് ഒരു കഷ്ടി 1 കിലോമീറ്ററേ ഉള്ളൂ. മമ്മൂക്കയുടെയും ഡെന്നീസ് ജോസഫിൻ്റെ വീട് പനമള്ളിയാറ് തന്നെ 1 കിലോമീറ്ററും ഇല്ല, 1/2 കിലോമീറ്റർ കഷ്ടി. അപ്പോൾ പറഞ്ഞു ഞാനും ബാബുമായിട്ട് മമ്മൂക്കയുടെ വീട്ടിലേക്ക് വന്നേക്കാമെന്ന് പറഞ്ഞു. മമ്മൂക്ക പോയി. അപ്പോൾ ഞാൻ എന്തൊക്കെ പറഞ്ഞ് 2-3 കാര്യങ്ങൾ. ഒന്ന്, എനിക്കൊരു 10 പടം എഴുതാനുണ്ട്, സ്ക്രിപ്റ്റ് എഴുതാനുണ്ട്. കാരണം പുള്ളി ഹിറ്റ് മേക്കർ. മമ്മൂക്കയ്ക്ക് ഏതാണ്ട് ഒരു 10 പടത്തിന് അഭിനയിക്കാനുമുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചത്, ബാബുവിന് ഞാൻ സ്ക്രിപ്റ്റ് എഴുതാം, എങ്ങനെ ഒരു സംഭവം റെഡിയാക്കിയിട്ട് എഴുതാം. അപ്പോൾ ഇത് നിങ്ങൾ അഭിനയിക്കുകയോ ഡേറ്റ് കൊടുക്കുമോ, മനസ്സിലായില്ലേ? അതോ വെറുതെ ശരി ചില ആൾക്കാർ സമയം കളയാൻ വേണ്ടി പറയണമാണോ എന്ന് ചോദിച്ചു. മമ്മൂക്ക പറഞ്ഞു ഇല്ല, വെരി സീരിയസ്, ബാബു ഞാനായിട്ട് അത്ര ഭീകര അടുപ്പമാണ്, ബാബുവിനൊരു എഴുതി കൊടുത്തേ പറ്റുള്ളൂ, നീ അത് അടുത്ത പടം കഴിഞ്ഞാൽ നീ എഴുതാനിരിക്കണം എന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ഈ പടം നടക്കും. കാരണം മമ്മൂക്ക പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണ്. ഡെഫിനറ്റായിട്ട് ഈ പടം നടക്കും, നമുക്ക് ഇരിക്കാം, ഉറപ്പായിട്ട്. ഈ ഒരു ദിവസം, കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞാൽ ഞാൻ ബാബുവിനെ വിളിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നിട്ട് ഞാനും ഡെന്നിസും കൂടെ നേരെ പോകണം മമ്മൂക്കയുടെ വീട്ടിലേക്കാണ്. മമ്മൂക്ക ഞങ്ങൾ ഇരുന്നോളാം, 1 മാസം കഴിഞ്ഞാൽ ഇരുന്നോളാം, എഴുതണം, നന്നായിട്ട് ഗ്രാൻഡായിട്ട് എഴുതണം എന്ന് പറഞ്ഞു. അപ്പോൾ മമ്മൂക്ക അപ്പോൾ ഡെന്നിസ് ചോദിച്ചു ബാബു പ്രൊഡ്യൂസർ സെറ്റപ്പ് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പ്രൊഡ്യൂസർ സെറ്റപ്പ് ഒന്നുമില്ല, പക്ഷേ എന്നാൽ അരോമയ്ക്ക് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ഒരു പ്രോജക്റ്റ് ചെയ്യണം, പുള്ളിയുടെ ഒരു അഡ്വാൻസ് എൻ്റെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് പറഞ്ഞു ഇപ്പോൾ പറയണ്ട, പ്രോജക്റ്റ് ആക്ക്, എന്നിട്ട് നമുക്ക് സംസാരിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും നോക്കാം എന്ന് പറയും. കാരണം മമ്മൂക്ക അപ്പുറത്തിരിപ്പുണ്ട്, ഡെന്നിസ് ജോസഫ് ഇപ്പുറത്തിരിപ്പുണ്ട്. കാരണം അങ്ങനെ ഹിറ്റ് മേക്കറാണ്, ഇപ്പുറത്ത് മമ്മൂക്ക ഇരിപ്പുണ്ട്. പിന്നെ നമുക്കൊരു പ്രൊഡ്യൂസർ വലിയ ബുദ്ധിമുട്ട് ഉണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. കൃത്യം ഏതാണ്ട് ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ ഡെന്നീസിൻ്റെ ഫോൺ പറഞ്ഞു. പറഞ്ഞു ബാ എന്ന്, ഹോട്ടലിൽ താമസിക്കണം, എൻ്റെ വീട്ടിൽ താമസിക്കണം. അന്ന് ഡെന്നീസ് കല്യാണം കഴിച്ചിട്ടില്ല. ഡെന്നീസ് 2 പ്രൈവറ്റ് സെക്രട്ടറിയും ഒരു കുക്കൊക്കെ ഉണ്ട്. അവിടെ ഇഷ്ടംപോലെ സൗകര്യമുണ്ട്, 2-3 മുറിയുണ്ട്, മേളിൽ വലിയൊരു ഹാള് എഴുതാൻ വേണ്ടി കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, വീട്ടിൽ തന്നെ ഇരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓരോ സബ്ജക്റ്റുകൾ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനൊരു സാധനം 1-2 സബ്ജക്റ്റ് പറഞ്ഞു. പക്ഷേ എല്ലാം ഹെവി കോസ്റ്റ്ലിയാണ്. ആ സമയത്ത് ഇതൊരു പ്രൊഡ്യൂസറൊക്കെ പറഞ്ഞ് എന്നെ പോലെ ഒരു ഡയറക്ടറെ വെച്ച് ചെയ്യാൻ ചിലപ്പോൾ വില്ലിങ് ആവാൻ സാധ്യത കുറവാണ്. അപ്പോൾ നമുക്ക് വേറൊരു സാധനം ആലോചിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു അച്ചായൻ സബ്ജക്റ്റ്, സംഘം എന്ന് പറഞ്ഞൊരു പടം റിലീസായി, പക്ഷേ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് അത് ആവറേജായി വന്നുള്ളൂ. എനിക്ക് പറഞ്ഞു അങ്ങനത്തെ ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ശരി നമുക്ക് നാളെ സംസാരിക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് രാവിലെ ആയപ്പോൾ എൻ്റെ ഒരു നോവൽ എടുത്തു വന്നു, മുട്ടത്ത് വർക്കിയുടെ വേലി എന്ന് പറഞ്ഞാൽ. എന്നെ പറഞ്ഞു ബാബു നിന്ന് ഫുള്ളായിട്ട് ഇരുന്ന് വായിക്കും, 1 ദിവസമോ 2 ദിവസവും കൊണ്ട് വായിച്ച് തീർക്ക്. അപ്പോൾ ഞാൻ ഡെന്നിസിൻ്റെ വീട്ടിലാണ്. ഞാൻ ഈ ബുക്ക് അന്ന് തന്നെ വായിച്ച് തീർത്തു. ഞാനിങ്ങനെ മനസ്സിലിട്ടു. എന്നിട്ട് നെക്സ്റ്റ് ഡേ ഡെന്നിസ് എങ്ങനെയുണ്ട് സബ്ജക്റ്റ്? ഞാൻ സബ്ജക്റ്റ് കൊള്ളാം, പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് വർക്കൗട്ട് ചെയ്ത് എടുക്കണം. ഡെന്നിസ് വർക്കൗട്ട് ചെയ്യാം, ബാബുവിന് ഇതിൻ്റെ ബേസ് ഇഷ്ടപ്പെട്ടോ? ഞാൻ പറഞ്ഞു ബേസ് കുഴപ്പമില്ല, പക്ഷേ വേറൊരു കാര്യമുണ്ട് ഡെന്നിസേ, ഈ പടം ഹിറ്റായാൽ എനിക്കിനി കണ്ടിന്യൂസ് ആയിട്ട് പടം കിട്ടും, ഇല്ലെങ്കിൽ ഇതുകൊണ്ട് ഞാൻ സിനിമ നിർത്തേണ്ടി വരും. ഇനി അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് പോകാനും ബുദ്ധിമുട്ട്. കാരണം ഞാൻ 4 പടം ചെയ്തിരിക്കണം വമ്പൻ ആർട്ടിസ്റ്റുകളെയും വെച്ച് വമ്പൻ ബാനറുമാണ്. ഇനി അസിസ്റ്റൻ്റായിട്ട് പോലും എന്നെ ഒരാൾ കയറ്റത്തില്ല, മനസ്സിലായില്ലേ? ഡയറക്ടറേക്കാൾ വലിയ അസോസിയേറ്റ് ഡയറക്ടറെ ആരും വയ്ക്കത്തില്ലല്ലോ നാച്ചുറലി. അതുകൊണ്ട് അതും ബുദ്ധിമുട്ടാണ്. നിങ്ങൾ പ്ലാൻ ചെയ്യുക, നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാം എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു നല്ല കോൺഫിഡൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. ശരി ഇരിക്കാമെന്ന്. അങ്ങനെ ഞാൻ വേണു ബി നായർ, അന്ന് ഷിബു ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാം കൂടി ഇരുന്നിട്ടാണ് ഇരുന്നു. അപ്പോൾ ഡെന്നിസ് ഇരുന്നപ്പോൾ വൈകുന്നേരം എന്നോട് പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിനകത്ത് ഈ കഥയിൽ ഇതിലൊരു ഭയങ്കര രഹസ്യമുണ്ട്, ഈ നോവലിൽ ഭയങ്കര ഒരു രഹസ്യമുണ്ട്, അതാണ് ഞാൻ പിന്നെ പറയാം ബാബുവിനോട്. ഞാൻ ഡെന്നിസോട് ഇല്ല അത് ഞാൻ പിന്നെ പറയേണ്ട സമയത്ത് അത് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അത് ഞാൻ വിട്ടു. അദ്ദേഹത്തിന് പറയാൻ താല്പര്യമില്ലെങ്കിൽ അങ്ങനെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. പുള്ളി പറഞ്ഞു ഒരു കോട്ടയം കുഞ്ഞച്ചൻ എന്ന് നമുക്ക് ടൈറ്റിൽ ഇടാം. അതിനകത്ത് ഒരു കുഞ്ഞച്ചൻ്റെ ക്യാരക്ടർ ചെറിയ ക്യാരക്ടറാണ്. വലിയ നോവലിൽ ഏലിയാമ്മ എന്നുള്ള ക്യാരക്ടറാണ് യഥാർത്ഥത്തിൽ വലിയ ക്യാരക്ടർ ഏലിയാമ്മയാണ്. അതേപോലെ നമുക്ക് ഈ കുഞ്ഞച്ചൻ്റെ ക്യാരക്ടർ ഹൈലൈറ്റ് ചെയ്യാം, മമ്മൂക്കയാണല്ലോ ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ കോട്ടയം കുഞ്ഞച്ചനുള്ള ടൈറ്റിലായി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കിനി പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞു. ഡെന്നീസ് കുറേ പേരെ വിളിച്ചു. അപ്പോൾ എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു നമുക്ക് അടുത്ത പടം ആലോചിക്കാം, ഇതിൻ്റെ ഇപ്പുറത്ത് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞ് ഡെന്നിസിന് ഏറ്റവും വേണ്ടപ്പെട്ട കമ്പനി വിളിച്ചാലും ഡെന്നിസ് ഇത്ര ഹിറ്റ് മേക്കറായിട്ട് പോലും എന്നെ ഡയറക്ടറാക്കി വെച്ച് പടം ചെയ്യാനുള്ളൊരു പ്രൊഡ്യൂസർ ഇല്ല. അല്ലെങ്കിൽ പലരും എനിക്ക് മുമ്പ് വാഗ്ദാനം തന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരും പറഞ്ഞു നമുക്ക് അടുത്ത പടം, ഞാനിപ്പോൾ 2 പടം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ. അതിൻ്റെ അർത്ഥം നമുക്ക് അതാണ്. അപ്പോൾ ഞാൻ മമ്മൂക്ക ഒരു ദിവസം വിളിച്ച് എന്തായി എന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ പറഞ്ഞു മമ്മൂക്ക ഞങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഞാനിപ്പോൾ വരാം. മമ്മൂക്ക വന്നു. മമ്മൂക്ക വന്നിട്ട് ഡെന്നിസ് പറഞ്ഞു കോട്ടയം കുഞ്ഞച്ചൻ ഞാൻ ടൈറ്റിൽ ഒരു അച്ചായൻ ക്യാരക്ടറാണ്. വെരി ഗുഡ് നല്ല ടൈറ്റിൽ എന്ന് പറഞ്ഞു.
അപ്പോൾ പ്രൊഡ്യൂസർ സെറ്റപ്പ് ആയോ എന്ന് പറഞ്ഞു. അപ്പോൾ ഡെന്നിസ് പറഞ്ഞു ഞാൻ 3-4 പേരെ നോക്കി, ഒന്നും ഒത്തു വന്നില്ല, ഇല്ലെങ്കിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. മമ്മൂക്ക പറഞ്ഞു ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാതെ. അന്ന് ഈ പറഞ്ഞ പോലെ നല്ല പൈസയൊക്കെ ആകുന്ന സമയമാണ്, ഒന്ന് ആളെ റെഡിയായാലും ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇല്ല മമ്മൂക്ക, ഞാൻ പറഞ്ഞു ഒരു ചാൻസും കൂടെ ഉണ്ട്. മണി സാർ എനിക്ക് ഒരു പ്രോമിസ് ചെയ്തതിന് എനിക്കൊരു അഡ്വാൻസ് തന്നിട്ടുണ്ട്. എന്നതല്ല മമ്മൂക്ക ഡെന്നിസ് ജോസഫ് എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അത് നിൽക്കും, കാരണം രണ്ടുപേരും പേരുള്ള ആളാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ നേരെ എന്നെ മണി സാറിനെ വിളിക്കണം. സാറേ എന്തുണ്ടാവും? ഞാൻ തിങ്കളാഴ്ച ഉണ്ടാവും. ഞാൻ പറഞ്ഞു സാറിനെ ഇനി ഒന്ന് കാണേണ്ട ആവശ്യമുണ്ട്. ശരി വരൂ എന്ന് പറഞ്ഞു. ഞാൻ നേരെ ട്രിവാൻഡ്രത്ത് പോയി നേരെ പിറ്റേ ദിവസം ഈ തിങ്കളാഴ്ച മണി സാറിനെ കാണാനായിട്ട് പോകണം. മണി സാറിനെ കാണാനായിട്ട് ചെന്നു. എന്ത് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഇതുപോലെ ഒരു പടം പ്രോജക്റ്റ് റെഡി ആയിട്ടുണ്ട്. ആരാണ് ഹീറോ? മമ്മൂട്ടി. ആരാണ് സ്ക്രിപ്റ്റ് റൈറ്റർ? അത് ഡെന്നിസ് ജോസഫ്. പുള്ളി ചിരിച്ചു. പുള്ളി പറഞ്ഞു മമ്മൂക്കയെ ഞാൻ മമ്മൂട്ടിയെ ഞാൻ വിളിച്ചപ്പോൾ CBI ഡയറക്ടർ കഴിഞ്ഞ് നിൽക്കുന്ന സമയം മമ്മൂട്ടിയെ വിളിച്ചപ്പോൾ മമ്മൂട്ടി പറഞ്ഞു 2 വർഷത്തേക്ക് എനിക്ക് ഡേറ്റ് ഇല്ല എന്ന് പുള്ളി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ എൻ്റെ പ്രോജക്റ്റ് വേറെ ആൾക്കാരെ ഹീറോസിനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഡെന്നിസ് ജോസഫ് അവനോട് 2 പ്രാവശ്യം അഡ്വാൻസ് കൊടുത്ത് 2 പ്രാവശ്യം വീട്ടിൽ കൊടുത്ത് വെച്ചു. എൻ്റെ അഡ്വാൻസേ അവൻ വാങ്ങിച്ചിട്ടില്ല. അതുകൊണ്ട് മമ്മൂട്ടി അഭിനയിക്കുകയും ചെയ്യത്തില്ല, ഡെന്നിസ് ജോസഫ് സ്ക്രിപ്റ്റ് എഴുതുകയും ചെയ്യത്തില്ല. അങ്ങനെ എഴുതിയാൽ ഞാൻ അത് ഇപ്പോൾ പടം ഞാൻ കമ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് നേരെ മമ്മൂക്കയെ വിളിക്കണം. പുള്ളിയുടെ ഫ്രണ്ട് വെച്ച് മമ്മൂക്ക ഫോൺ എടുത്തു. അപ്പോൾ എന്ത് ബാബു? ഞാൻ പറഞ്ഞു മണിസാറിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്, ഞാൻ പ്രോജക്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മണിസാറിൻ്റെ ഫോൺ കൊടുക്കുമെന്ന് പറഞ്ഞു. ഫോൺ കൊടുത്തു. ആ പുള്ളി പറഞ്ഞു മണിസാറെ ഈ പടം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഈ പടം ഞാൻ 30 ദിവസത്തെ ഡേറ്റ്, അതൊരു 25 ദിവസമൊക്കെ മതി, 30 ദിവസത്തെ ഡേറ്റ് ബാബുവിന് കൊടുത്തിട്ടുണ്ട്. ഈ പടം കൺഫേമാണ്. ഡെന്നിസ് ജോസഫും ബാബുവും എന്നും ഓക്കെ എന്ന് പറഞ്ഞോ അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഈ ക്യാമറയുടെ മുമ്പിലുണ്ടാവും. എൻ്റെ ഒരു കാര്യം, നിങ്ങൾ കഴിഞ്ഞ പടത്തിൽ തന്നതിൻ്റെ പകുതി പൈസ എനിക്ക് തന്നാൽ മതി. നിങ്ങൾ എനിക്ക് കഴിഞ്ഞ പടം ജാഗ്രത എന്ന് പറഞ്ഞ പടത്തിൽ തന്നതിൻ്റെ പകുതി പൈസ തന്നാൽ മതി, ഈ പടം ഞാൻ ചെയ്യാം. പക്ഷേ ആ പയ്യന് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുക്കണം, മീൻസ് വിത്തൗട്ട് കോംപ്രമൈസ് ചെയ്തു കൊടുക്കണം. ഈ പടം കൺഫേം ആണ്. ഓക്കെ എന്ന് പറഞ്ഞ് മണിസാർ കട്ട് ചെയ്തു. അപ്പോൾ മമ്മൂട്ടി ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ അവിടെ നിന്ന് ഡെന്നിസിനെ വിളിച്ചു. ഡെന്നിസെ ഞാനിങ്ങനെ മണിസാറിൻ്റെ അടുത്ത് മണിസാറിൻ്റെ കൂടെ എന്ന് പറഞ്ഞു. കാരണം മണിസാറിനെ പറഞ്ഞു സാറേ ഞങ്ങൾ എഴുതുന്നുണ്ട്, സംഭവം എഴുതുന്നുണ്ട്, ഞാൻ കൺഫേമായിട്ട് എഴുതുന്നുണ്ട്, നീ അഡ്വാൻസ് തിരിച്ചു കൊടുത്തേക്കില്ലല്ലോ? ഇല്ല, നിങ്ങൾ അഡ്വാൻസ് എനിക്ക് തരണ്ട, ഞാൻ ഈ പടം എഴുതുന്നുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ പുള്ളി അപ്പം തന്നെ എനിക്കൊരു എമൗണ്ട് എടുത്ത് പോക്കറ്റ് ഇട്ടു. ഞാൻ പറഞ്ഞു വേണ്ട, ഇല്ല ഞാൻ പറഞ്ഞു ഡെന്നിസിന് അഡ്വാൻസ് കൊടുക്ക്, മമ്മൂട്ടിക്കും കൊടുക്ക് എന്ന് പറഞ്ഞു. ഉടനെ പുള്ളി നേരെ ഡെന്നിസിനെ വിളിച്ച് പറഞ്ഞു സാർ അഡ്വാൻസ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. നേരെ മമ്മൂട്ടിയെ വിളിച്ചു. മമ്മൂട്ടി എപ്പോഴാണ് അഡ്വാൻസ് വേണം എന്ന് പറഞ്ഞു. നമുക്ക് പറഞ്ഞു സാറേ ഇല്ല, പ്രോജക്റ്റ് പ്ലാൻ ചെയ്യും, ഞാൻ പിന്നെ വാങ്ങിച്ചോളാം സാറേ, പ്രോജക്റ്റ് കൺഫേം. കട്ട് ചെയ്തു. എന്നെ പറഞ്ഞു എവിടെയാണ് താമസിക്കുന്നത്, എവിടെ നിന്ന് എഴുതുന്നു? ഞാൻ പറഞ്ഞു ഇങ്ങനെ എറണാകുളത്താണ്. വേണ്ട നേരെ BTHയിലേക്ക് പോയിക്കോളൂ. അവിടെ നിന്ന് മാനേജർ വിളിച്ച് പറഞ്ഞു ബുധനാഴ്ച തൊട്ട് ഒരു റൂം ഇട്ടേക്ക് BTH എന്ന് പറഞ്ഞു. അങ്ങനെ ഡെന്നിസിൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ നേരെ BTHയിലേക്ക് വന്നു. കാരണം ഞാൻ താമസിക്കും BTH, കാരണം ഡെന്നിസിന് വീടുണ്ട്. ഡെന്നിസ് രാവിലെ വന്നാൽ അദ്ദേഹം രാത്രി വരെ വൈകുന്നേരം വരെ ഇരുന്നിട്ട് തിരിച്ചു പോകും. അങ്ങനെയാണ് കോട്ടയം കൊച്ചിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ചെയ്തത്. കാരണം അതിനൊരു ഫ്രെയിമൊക്കെ മമ്മൂക്കയ്ക്ക് പറഞ്ഞു കൊടുത്ത് ഭയങ്കര ത്രില്ലായിരുന്നു. അങ്ങനെയാണ് കോട്ടയം കൊച്ചൻ ആരംഭിച്ച് ഇത് കഴിഞ്ഞ് ഏതാണ്ട് ബാക്കി ഡീറ്റെയിലൊക്കെ ആയി. മണിസാർ ബാക്കി ഏതാണ്ട് കഥയൊക്കെ പറഞ്ഞു കൊടുത്തു. സാർ ത്രില്ലാണ്. ഇത് ചുനക്കര ചേട്ടനുണ്ടായി, ചുനക്കര രാമൻകുട്ടി. അദ്ദേഹം ഞാനായിട്ട് ഭയങ്കര അടുപ്പം ആണ്. പാട്ട് എഴുതുന്ന ചുനക്കര രാമൻകുട്ടി. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇത് ഫോളോ അപ്പ് ചെയ്യും. മണിസാറേ അത് ചെയ്യണം, ബാബുവിൻ്റെ പടം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യും. കാരണം വേറെ പാരകൾ പുറത്ത് വരും, എന്തിന് ഈ പണം എന്ന് ചോദിക്കാൻ ആൾക്കാർ ഉണ്ടാവും. അത് ചുനക്കര ചേട്ടൻ ഇരുന്ന് എല്ലാം ഫോളോ അപ്പ് ചെയ്ത് അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വരും. ചുനക്കര ചേട്ടന് സ്ക്രിപ്റ്റ് വായിച്ചു, പുള്ളി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങാൻ പറഞ്ഞു. മണിസാറിന് ഏതൊരു ഐഡിയ ഉണ്ട്. ഷൂട്ടിംഗ് തുടങ്ങാൻ്റെ കുറച്ച് മുമ്പാണ് ഇവരുടെ വേറൊരു പടം വന്നിട്ട് മമ്മൂക്ക കഥ ഇത്തിരി കോമഡി ആയിട്ട് അഭിനയിച്ച പടം മോശമായി മണിസാറിൻ്റെത്. അപ്പോൾ ഇത് ഷൂട്ടിംഗ് നടന്നപ്പോൾ ആരോ ലൊക്കേഷൻ വിളിച്ചു പറഞ്ഞു ഭയങ്കര കോമഡിയാണ് കേട്ടോ മമ്മൂക്കയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞു. പുള്ളി ടെൻഷനായി. പുള്ളി നേരെ ലൊക്കേഷൻ വന്നു എൻ്റെ പറഞ്ഞു മമ്മൂട്ടി കോമഡി ചെയ്യുന്നോ? ഞാൻ പറഞ്ഞു കുഴപ്പമില്ല സാറേ, ഇതൊരു ക്യാരക്ടർ അങ്ങനെ. അയ്യോ നമുക്കത് നോക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവസാനം പറഞ്ഞു എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ എൻ്റെ തലയ്ക്കാ ഇത് ഓടിയാ അങ്ങനെ എനിക്ക് നഷ്ടം വന്നാൽ ഞാൻ അടുത്ത പടത്തിൽ നികത്തിക്കോളാം. ഇത് ബാബുവിൻ്റെ ലൈഫ് ആൻഡ് ഡെത്ത് പടമാണ് എന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് പോവുകയും ചെയ്തു. മനസ്സിലായില്ല, ഇത് ഓടിയ ബാബുവിൻ്റെ ഭാഗ്യം പോലെ എന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു. ഈ പടം എഡിറ്റ് ചെയ്തു, കാര്യങ്ങളൊക്കെ ആയി. ഇതൊന്ന് ഡെന്നിസ് ജോസഫിനെ ഒന്നുകൂടെ കാണിച്ചു, ഒന്ന് ട്രിം ചെയ്ത് കാര്യങ്ങളൊക്കെ ആക്കി റെഡിയാക്കി വെച്ചു. മണിസാർ വന്ന് പടം കണ്ടു. മണിസാർ വന്നിട്ട് മണിസാറിന് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി പറഞ്ഞു ഇത് ഒരാഴ്ചത്തെ പടം. എന്നിട്ട് പറഞ്ഞാൽ നേരെ മാനേജേഴ്സിനെ വിളിച്ച് പറഞ്ഞു 2 ആഴ്ച ഡേറ്റ് എടുത്താൽ മതി. കാരണം ഒരാഴ്ച ബാനറിൻ്റെ പുറത്ത് പോകും, പിന്നെ ഒരു 3 ദിവസം നമുക്ക് തള്ളിക്കൊണ്ടുപോകാം, പിന്നെ നമ്മുടെ 2 പടം ഗ്യാപ്പ് എടുത്ത് വെച്ചേക്ക്. എന്നെ പറഞ്ഞു ഇത് ഞാൻ പറഞ്ഞു കോമഡി എന്ന് എന്നെ പറഞ്ഞു.
എന്ത് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പോയി. ശരി അതുപോലെ. അപ്പോൾ ഞാൻ ചെന്നൈയിലുണ്ട്. ഞാൻ ഡെന്നിസിനെ വിളിച്ച് പറഞ്ഞു, മണി സാറിന് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എന്നെയും വിളിച്ച് പറഞ്ഞു പടം ഇഷ്ടപ്പെട്ടില്ല, നീ മറ്റേ പടം മറിച്ച പടം ഹിറ്റ് പടം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു പടമാണല്ലോ ഉണ്ടാക്കി വെച്ചിരിക്കണമെന്ന് ഡെന്നീസിനെ മണി സാറ് വിളിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കുഴപ്പമില്ല, ഞാനും ഒരു ടെൻസപ്പായി. കാരണം ഞാൻ മമ്മൂക്കയെ വിളിച്ചു. മണി സാറൊക്കെ ഒരു ആവറേജേ പറയുള്ളൂ. അതൊന്നും കുഴപ്പമില്ല ബാബു, നമുക്ക് നോക്കാം, ഇത് മോശമായി ഒരു പ്രോജക്റ്റ് വേറെ നമുക്ക് ചെയ്യാം, അത് നമുക്ക് നോക്കാം, അങ്ങനെ കുഴപ്പമൊന്നും വരില്ല എന്ന് പറഞ്ഞു. ബാബുവിന് എന്ത് തോന്നി? ഞാൻ എനിക്കൊരു 40 മാർക്കിൻ്റെ മുകളിൽ കൊടുക്കാം മമ്മൂക്ക, അതാണ് എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ വരും എന്ന് നമുക്ക് പറയുകയും ചെയ്തു. അടുത്തത് ഡെന്നീസ് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഹരിഹരൻ സാർ വലിയ ഇഷ്ടമാണ് ഡെന്നിസും ഹരിഹരൻ സാറും. തമ്പി കണ്ണന്താനം പുള്ളി തമ്പി കണ്ണന്താനം കറക്റ്റായിട്ട് അഭിപ്രായം പറയുന്നതാണ്, മുഖത്ത് നോക്കി പറയും, അങ്ങനെ പറയും, കൊള്ളാം അല്ലെങ്കിൽ കൊള്ളൂല എന്ന് പറയും. അങ്ങനെ സൂചിപ്പിക്കൽ പരിപാടിയൊന്നുമില്ല. ഇവരെ രണ്ടേയും ഒന്ന് കാണാനായിട്ട് പറഞ്ഞു, പടം ഒന്ന് പ്രിവ്യൂ കാണാനായിട്ട് അവിടെ ചെന്നൈയിൽ. കാരണം അപ്പോൾ ഞാനത് അറേഞ്ച് കൊടുത്തു. ഹരൻ സാറ് ഈ പറഞ്ഞ പോലെ തമ്പി കാണാൻ അറേഞ്ച് ചെയ്തു. രതീഷിനെ ഒന്ന് കാണാൻ പറഞ്ഞു. അപ്പോൾ രതീഷ് പറഞ്ഞു ഞാൻ അടുത്തത് ഇത് ഷോ കണ്ടോളാം. ഞാൻ രതീഷിന് സെക്കൻഡ് ഇത്. അപ്പോൾ ഇവർ വന്നിട്ട് ഏതാണ്ട് 5 മണിക്ക് ഹരൻ സാറും തമ്പി കണ്ണന്താനും, 8:30 മണിക്ക് രതീഷ്, അങ്ങനെ പ്ലാൻ ചെയ്തു. ഇതുവരെ പടമൊക്കെ കാണിച്ചു. ഇത് വന്നു. അപ്പോൾ ഹരൻ സാർ എന്നെ ഫോൺ ചെയ്യുകയാണ്, സൂപ്പർ ഹിറ്റ് പടമാണത്, ഒന്നും നോക്കണ്ട. എന്നിട്ട് എന്നെ ഹരൻ സാർ നേരെ ഡെന്നിസ് ജോസഫിനെ വിളിക്കുന്നു. എന്നിട്ട് ഇത് ട്രെൻഡ് സെക്ടറാണ് ഈ പടം, ഇത് മലയാള സിനിമയുടെ ചരിത്രം മാറ്റും എന്ന് ഹരൻ സാർ വിളിച്ച് പറഞ്ഞു. അവരുടെ ഡെന്നിസ് എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ. തമ്മി കാണുന്നതിനെ വിളിച്ച് പറഞ്ഞു പടം ഹിറ്റാണ്, ഒന്നും നോക്കേണ്ട കാര്യമില്ല, ഈ പടം വേണം ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോളാം എന്ന് പറയണം. രതീഷ് എന്നെ വിളിച്ച് രാത്രി വിളിച്ചു, എന്ത് പടമാണ്, ഉഗ്രം പടം, ഞാൻ ഇപ്പോൾ മമ്മൂട്ടിയെ വിളിക്കുന്നത് പറഞ്ഞിട്ട് ഉടനെ രതീഷ് ഏട്ടൻ നേരെ മമ്മൂക്കയെ വിളിക്കണം. മമ്മൂക്ക രാത്രി വിളിച്ചു പറഞ്ഞു എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞ ബാബു എന്ന് പറഞ്ഞു. ഞാൻ തിയേറ്ററിൽ നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ മണിസാറിനൊക്കെ പറഞ്ഞു. മണിസാർ പറഞ്ഞു അങ്ങനെയാണ്, നമ്മളൊരു പ്രൊജക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയല്ലേ പറയുള്ളൂ, മുഖത്ത് നോക്കി കൊള്ളൂലെന്ന് പറയില്ലേ എന്ന് പറഞ്ഞ രീതിയിലായി. നേരെ എല്ലായിടത്തും വിളിച്ച് പറഞ്ഞ് നോക്കിയപ്പോൾ എല്ലാ തിയേറ്ററിലും 2 ആഴ്ച ഡേറ്റാണ് എടുത്തിരിക്കുന്നത്. നേരെ പടം നൂൺ ഷോക്ക് ഞാൻ അവിടെ ചെന്ന് ബമ്പർ ആളെന്ന് പറഞ്ഞാൽ നല്ല ഭയങ്കര ഫുൾ സ്വിങ്ങാണ്. അപ്പോൾ ഒരു തിയേറ്ററിലാണ് ട്രിവാൻഡ്രത്ത് ഇട്ടിരിക്കുന്നത്, ധന്യ എന്ന തിയേറ്ററിൽ, അവിടെയാണ് ഇട്ടിരിക്കുന്നത്. ഭയങ്കര തിരക്ക് കാര്യങ്ങൾ. അവിടുത്തെ മാനേജർ ഭയങ്കര തിരക്കാണ് എന്ന് പറഞ്ഞു. നൂൺ ഷോ കഴിഞ്ഞു. അപ്പോൾ പടം കുഴപ്പമില്ല എന്നുള്ള റിപ്പോർട്ട് ഓൾ കേരള വന്നു. മാറ്റിന് കഴിഞ്ഞപ്പോഴത്തേക്കും ഹിറ്റാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് മാറ്റിന് കഴിഞ്ഞു. ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ സൂപ്പർ ഹിറ്റാണെന്ന് പറഞ്ഞു. സെക്കൻഡ് ഷോ കഴിഞ്ഞപ്പോൾ നിലയ്ക്കാത്ത ഹിറ്റാണ്. രാത്രി വന്ന റിപ്പോർട്ട് അങ്ങനെയാണ്. നെക്സ്റ്റ് ഡേ ധന്യാലും രമ്യയിലും ആക്കി പടം. എല്ലായിടത്തും ഹെവി കളക്ഷനും ഭയങ്കര ക്ലാപ്സും. പിറ്റേ ദിവസം രാവിലെ മണിസാർ എൻ്റെ വീട്ടിൽ 6 മണിക്ക് ഒരു പുതിയായിട്ട് എൻ്റെ ഗിഫ്റ്റ് കാര്യങ്ങൾ, ഇത് ബാബുവിൻ്റെ ഭാഗ്യമാണ് എന്ന് പറഞ്ഞ് എൻ്റെ തോളത്തൊക്കെ തട്ടി പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഡെന്നിസിനെ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ഡെന്നിസിനെയും വിളിച്ചു, മമ്മൂക്കയും വിളിച്ചു. അങ്ങനെയാണ് കോട്ടയം വെച്ചാൽ ബമ്പർ ഹിറ്റായിരുന്നു. ബമ്പർ ഹിറ്റ് ഞാൻ അപ്പോൾ പലർക്കും എന്നെ ഇൻഡസ്ട്രിയിൽ കാണണം, എവർഷൈൻ മണിയൻ്റെ അച്ഛൻ എന്നെ കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ചുമ്മാ വെറുതെ ആരാണ് ഇതെന്ന് കാണാനായിട്ട്. അങ്ങനെ ഒത്തിരി പേരെ എന്നെ കാണാൻ ആഗ്രഹിക്കുകയും പലരെയും കാണുകയും ചെയ്ത പടമാണ് കോട്ടയം വെച്ച്. വലിയ താരങ്ങൾ വെച്ച് പടം ചെയ്ത സാറ് ടയർ സി ആക്ടേഴ്സ് എന്നൊക്കെ പറയുന്ന രീതിയിൽ അന്നത്തെ കാലഘട്ടത്തിൽ ചെറിയ ആർട്ടിസ്റ്റുകളായ ജഗദീഷ് ചേട്ടൻ, മനോജ് കെ ജയൻ, അതുപോലെ മുരളിച്ചേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാർ പദവി ഇല്ലാത്തവർ വെച്ച് ഒരുപാട് സിനിമകൾ ആയിട്ടുണ്ട്. എങ്ങനെയാണ് അത്തരം സിനിമകൾ ചെയ്യാനുള്ള ധൈര്യം എങ്ങനെ കിട്ടി? കോട്ടയം വെച്ചൻ തന്നെയാണ്. കോട്ടയം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ട്രാക്ക് ശരിയാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു മേക്കിംഗ് ശരിയാണെന്ന് ഒരു കോൺഫിഡൻറ്റ് എൻ്റെ മനസ്സിൽ വന്നു. കോട്ടയം കൊച്ചൻ കഴിഞ്ഞ നമുക്ക് പറഞ്ഞു അടുത്ത സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാനും ഡെന്നിസും ഒരു സബ്ജക്റ്റ് എഴുതി, അരയൻ പത്രോസ് എന്ന് പറഞ്ഞാൽ. അരയൻ നല്ല രസമുള്ള സബ്ജക്റ്റാണ്, ഭയങ്കര രസമാണ്. കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന ആളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്. ആ സമയത്ത് നമുക്ക് പറഞ്ഞ നെക്സ്റ്റ് പടം ഇതാണോ എന്ന് ചോദിച്ചു. നമ്മൾ ഇങ്ങനെയാണ് പ്ലാൻ ചെയ്യണത്, പറ്റുമെങ്കിൽ ബാബു ഞാൻ ഇല്ലാതെ ഒരു പടം പ്ലാൻ ചെയ്യും, അത് നന്നായിട്ട് വരികയാണെങ്കിൽ ബാബുവിന് കൂടുതൽ ക്രെഡിറ്റ് കിട്ടും. ഡെന്നിസ് എന്നോട് പറഞ്ഞു വിത്തൗട്ട് മമ്മൂട്ടി വിത്തൗട്ട് ഡെന്നിസ് ജോസഫ് ഒരു പടം ബാബു ചെയ്യും, പ്രൂവ് ചെയ്യാൻ കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ വേണ്ട, ഇല്ലെങ്കിൽ നമ്മുടെ പടം ചെയ്യാം. അങ്ങനെ ഉണ്ടെങ്കിൽ ചെയ്താൽ ബാബുവിനും ഡബിൾ മൈലേജ് വരും. മറ്റേത് കോട്ടയം കുഞ്ഞിച്ചൻ വരുമ്പോൾ ഈ 3ആയിട്ട് പിരിക്കുന്ന പോലെ, മമ്മൂട്ടിക്കൊരു 4ആയിട്ട് പിരിക്കുന്ന പോലെ, മമ്മൂക്കയ്ക്ക് ഒരു മാർക്കറ്റ്, ഡെന്നിസ് ജോസഫിനൊരു മാർക്കറ്റ്, അരോമയ്ക്കൊരു ബാനർ, സുരേഷ് ബാബുൻ, ഈ 4 കൂടെ ചേർന്നാണ് കോട്ടയം കുഞ്ഞിച്ചൻ എന്ന് ആളുകൾക്ക് തോന്നും. അങ്ങനെ ഇവർ ചേർന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു പടം എന്ന് തോന്നുന്നു. അല്ലാതൊരു പടം നന്നാക്കി പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നല്ലത് എന്ന് പറഞ്ഞു. മമ്മൂക്ക എന്നോട് പറഞ്ഞു, മമ്മൂക്കയാണ് ആദ്യം അത് പറഞ്ഞത്. എട്ടനെ ഞാൻ പിന്നെ റെഡിയാക്കിയാണ് കൂടിക്കാഴ്ച. ഒരു സബ്ജക്റ്റ് റെഡിയായി, മാരുതി പിക്ചേഴ്സ് വന്നു, ഡെന്നിസ് ചേട്ടൻ, കല്ലൂർ ഡെന്നിസ് ചേട്ടൻ വന്നു, ഒരു സബ്ജക്റ്റ് ഉണ്ടാക്കി, കാര്യങ്ങൾ പ്ലാൻ ചെയ്തു. എനിക്കൊരു വാശി, കാരണം ഇതൊരു
ഒരു ഇതാണ്. കാരണം അപ്പം നമ്മൾ ഫുൾ ഫോമിലാണ്. കാരണം അവിടെ 100 ദിവസം കഴിഞ്ഞു പടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾക്ക് നല്ല ഫുൾ കോൺഫിഡൻ്റ് ആണ്. അങ്ങനെയാണ് കൂടിക്കാഴ്ച. ഞാൻ പറഞ്ഞു ഇത് എൻ്റെ അനിയനുണ്ടായിരുന്നു സജി, TS സജി. ഞാൻ പറഞ്ഞു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചാർട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ അന്ന് ഈ എല്ലാ പടങ്ങളും ചാർട്ടിങ് ചെയ്താണെന്ന് പറഞ്ഞു. അങ്ങനെ പ്ലാൻ ചെയ്ത് 17 ദിവസം കൊണ്ട് തീർത്ത പടമാണ് കൂടിക്കാഴ്ച. 17ാമത്തെ ദിവസം പാക്കപ്പാണ് പടം. ഒരു 4 ഫൈറ്റ്, 2 പാട്ട്, അങ്ങനെ അടുത്ത് ജയറാം, ജഗദീഷ്, ബാബു ആന്റണി, സുവേട്ടൻ, പിന്നെ വേറെ ഉർവശി തൊട്ട് എല്ലാവരെയും പ്ലാൻ ചെയ്ത് 17ാമത്തെ ദിവസം പടം ഷൂട്ടിങ് കഴിഞ്ഞു. ബമ്പർ ഹിറ്റായിരുന്നു. ഭയങ്കര ഹിറ്റായിരുന്നു. കാരണം കോസ്റ്റ് കുറഞ്ഞ പടം, ഭയങ്കര ഹിറ്റായിരുന്നു. ലെങ്തും വളരെ കുറവ്, 2 മണിക്കൂർ താഴെ ഉള്ളൂ, 1 മണിക്കൂർ 50 മിനിറ്റ് ഉള്ളൂ പടം. അത് ഭയങ്കര ഹിറ്റായി. അപ്പം നമുക്ക് മോർ കോൺഫിഡൻ്റ് ആയി. അങ്ങനെയാണ് ഈ താരങ്ങൾ വെച്ചാൽ അപ്പോൾ എനിക്ക് ഇതായി. പിന്നെ വന്നപ്പോൾ മാന്യന്മാർ വന്നു. മാന്യന്മാർ കുഴപ്പമില്ലാത്ത പടമാണ്. കിഴക്കൻ പത്രോസ്, അരയൻ പത്രോസ്, പിന്നെ കിഴക്കൻ പത്രോസ് ആവേണ്ടി വന്നു. ഞങ്ങൾ ആക്ച്വലി ആ പ്രോജക്റ്റ് ഉപേക്ഷിച്ചാണ്. പിന്നെ അത് ചെയ്യേണ്ടി വന്നു. അങ്ങനെ വന്നു. പിന്നെ പടങ്ങൾ ഓടുന്നുണ്ട്. അപ്പോൾ ശരി, എന്നാൽ വില്ലന്മാരെ വെച്ചൊരു ചില അഹങ്കാരം കയറുമല്ലോ. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഉപ്പുകണ്ടം പ്രദേശ് നമുക്ക് പ്ലാൻ ചെയ്യാം എന്ന് പറഞ്ഞു എല്ലാവരും. കാരണം ഉപ്പുകണ്ടം പ്രദേശ് കോട്ടയം കുഞ്ചിൽ വന്ന സമയത്ത് ഭയങ്കര ക്ലാപ്സ് ആയിരുന്നു. ഉപ്പുകണ്ടം പ്രദേശ് എഴുതിക്കുകയാണെങ്കിൽ ഇവിടെ ക്ലാപ്സ് ആയിരുന്നു. അതൊന്ന് എൻ്റെ മനസ്സിൽ കടന്നു. അങ്ങനെ ഉപ്പുകണ്ടം പ്രദേശ് ഇട്ടു. ക്യാപ്റ്റൻ രാജു, കീരിക്കാടൻ, ബാബു ആൻ്റണി, ജഗദീഷ്, ബൈജു, ഇവരെ വെച്ചിട്ട് ആ പ്രോജക്റ്റ് പ്ലാൻ ചെയ്ത് ബമ്പർ ഹിറ്റായിരുന്നു. 100 ഡേയ്സിൻ്റെ മേൽ ഉള്ള ഹിറ്റായിരുന്നു. പിന്നെ പാളയം, പിന്നെ ഈ ഹിറ്റ് കിടക്കണപ്പുറത്ത് അങ്ങനെയാണ് ഇതിൻ്റെ പാളയം ഒരു സബ്ജക്റ്റ് വന്നു. ആക്ച്വലി സുരേഷ് ഗോപിയും ബാബു ആൻ്റണി ആയിരുന്നു അതിൻ്റെ ഒരു കാസ്റ്റിംഗ്. പിന്നെ അന്ന് ഈ കുറച്ച് 1-2 കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ആ പ്രോജക്റ്റ് ഇവരുടെ ഡേറ്റ്സ് അങ്ങ് മാറിപ്പോയി. ബാബുവും തിരക്കായി, സുരേഷ് റെഡിയായിരുന്നു ചെയ്യാനായിട്ട്. അപ്പിന്നാണ് ഈ പറഞ്ഞ പോലെ ജയറാമും മനോജ് കെ ജയനും രതീഷ് ഏട്ടനും ആ ക്യാരക്ടർ ചെയ്തത്. പിന്നെ പുളുമണിയായിട്ട് ഈ പറഞ്ഞ പോലെ ജഗദീഷ് വന്നു. അത് ആക്ച്വലി ഞങ്ങൾ പ്ലാൻ ചെയ്തു സുരേഷ് ഗോപി, ബാബു ആൻ്റണി, ജഗദീഷ് ശ്രീകുമാർ. ജഗദീഷിന് വേറെ ക്യാരക്ടർ. ജഗദീഷ് പക്ഷേ നല്ല മാർക്കറ്റുള്ള സമയമാണ്. അങ്ങനെയാണ് പാളയത്തിലേക്ക് പോയത്. ഉർവശി ഉണ്ടായിരുന്നു. അതും ഭയങ്കര ഹിറ്റായിരുന്നു. പിന്നെ ഞാൻ വിളിച്ചു ശരി ആർട്ടിസ്റ്റ് ഇരിക്കട്ടെ, ആനകളെ വെച്ചൊരു പടം. അത് നടക്കാൻ ഭയങ്കര ഒരു ഭയങ്കര കാര്യങ്ങളാണ് ഈ പ്രായിക്കര പാപ്പ നടന്നത്. അത് വെച്ചാൽ അതൊരു ഷാജി പാണ്ഡവത്ത്. അപ്പോൾ ഇപ്പുറത്തെ എൻ്റെ ഒരു പടത്തിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷാജി പറഞ്ഞു എനിക്കൊരു സബ്ജക്റ്റ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്, ഒന്ന് കേൾക്കുമോ? ഞാൻ പറഞ്ഞു ഇത് ആർക്ക് വേണ്ടി? അതിനൊരു വലിയ ഡയറക്ടറാണ് അദ്ദേഹത്തിന് വേണ്ടി റെഡിയാക്കിയതാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനൊക്കെ പറയാൻ പോവുകയാണ്. അപ്പോൾ ഒന്ന് കേട്ടിട്ട് പോയാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊരു കോൺഫിഡൻ്റ് ആകുന്നു. അപ്പം ഷാജി കേൾക്കാം. ഷാജി പാണ്ഡവത്ത്. ഷാജി എന്നോട് കഥ പറയുന്നു. അപ്പോൾ ഷാജിയുടെ ഞാൻ പറഞ്ഞു ഷാജി ഇത് നല്ല സബ്ജക്റ്റാണ്, ഇതുവരെ മലയാളത്തിൽ വരാത്ത സബ്ജക്റ്റാണ്, മലയാളത്തിൽ നിന്നല്ല ഇന്ത്യൻ ലാംഗ്വേജിൽ വരാത്തൊരു സബ്ജക്റ്റാണ്, ഇത് നല്ലതാണ്. ഷാജി പോയി അദ്ദേഹത്തിനോട് കഥ പറയൂ. അദ്ദേഹത്തിന് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ ഈ സബ്ജക്റ്റ് ഞാൻ ചെയ്യാം, പക്ഷേ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇതായിരിക്കില്ല. പുള്ളി ഒരു നല്ല കഥയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്, ഒരു പപ്പാൻ കാര്യങ്ങൾ ഇത് എന്നുള്ള രീതിയിലാണ്. പക്ഷേ ട്രീറ്റ്മെൻറ്റ് ഇതായിരിക്കില്ല. ബാബുവിന് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഞാൻ ആ ഡയറക്ടറെ പോയി കാണും, അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ സബ്ജക്റ്റ് ഉണ്ടാക്കിയത്. ശരി എന്ന് പറഞ്ഞ് നേരെ ഷാജി പോയി. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ വന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ ഡയറക്ടറെ കണ്ടു. അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ സിനിമയിൽ ഒരു ഡയറക്ടർക്കും ഈ സിനിമ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ഈ ആനകളെ വച്ചിട്ട് ഇങ്ങനൊരു പടം ചെയ്യാൻ ഇന്ത്യൻ സിനിമയിൽ പറ്റത്തില്ല എന്ന് പുള്ളി പറഞ്ഞു. ഞാൻ പറഞ്ഞു അതായിക്കോട്ടെ, നമ്മൾ ഇന്ത്യൻ സിനിമയുടെ സാധാരണ ചെറിയൊരു ഡയറക്ടറാണ്, മനസ്സിലായില്ലേ, പക്ഷേ ഈ സബ്ജക്റ്റ് ഞാൻ ചെയ്താൽ എങ്ങനെയുണ്ടാവും, അത് നന്നായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞു മൊത്തത്തിൽ ഇത് കൊമേഴ്ഷ്യലാക്കും. ഈ ഷാജിയുടെ സ്റ്റാൻഡേർഡ് കാര്യങ്ങളോ ഒന്നും അതിനകത്ത് ഉണ്ടാവില്ല. പുള്ളി ഒരു ഇത്തിരി കൂടെ റിയലിസ്റ്റിക് ആർട്ട് സ്റ്റൈലുള്ള ആളാണ്. നമ്മൾ അതൊന്നും ഉണ്ടാവില്ല, തല്ലിപ്പൊളി പടമായിരിക്കും, പക്ഷേ പടം ഓടും. അങ്ങനെ ഒരു സാധനമായിരിക്കും. എൻ്റെ ഇടി വെച്ച് പക്ക കൊമേഴ്ഷ്യൽ പടമായിരിക്കും എന്ന് പറഞ്ഞു. ഇല്ല നമുക്ക് ചെയ്യാമെന്ന്. അങ്ങനെയാണ് പ്രായിക്കര പാപ്പാനിലേക്ക് പോയത്. നല്ല തല്ല് ഇടി ഒക്കെ വെച്ചിട്ട്, പക്ഷേ പടം ഭയങ്കര സക്സസ് ആയിരുന്നു. അപ്പോൾ അന്ന് VFX ഇല്ല, അന്ന് റോപ്പില്ല. ആൾക്കാരെ വലിച്ചു കയറ്റണമെങ്കിൽ വലിഞ്ഞ് തന്നെ കയറണം, അല്ലാതെ ഈ ഇപ്പോഴത്തെ പോലെ ഒന്ന് ചാടി പറഞ്ഞാൽ മുകളിലോട്ട് പൊങ്ങിയിരിക്കുകയൊന്നുമില്ല, അവിടെ നിന്ന് തിരിച്ചാടാൻ പറ്റത്തില്ല. അങ്ങനെ ഈ ആനകളുടെ ഇടയിൽ കിടന്ന്, പക്ഷെ എല്ലാവരും നല്ല സ്ട്രെയിൻ ചെയ്തു, നല്ല ത്യാഗം സഹിച്ചിട്ട് തന്നെയാണ് പ്രായിക്കര പാപ്പാൻ ചെയ്തത്. അതും വൻ ഹിറ്റായിരുന്നു. അതൊക്കെ കാരണം നമ്മുടെ കോൺഫിഡൻറ്റ്, കാരണം വെച്ചാൽ നമ്മളൊരു പടം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻ്റാണ്. ഇതൊരു സങ്കടം വന്നു കഴിഞ്ഞത് നമ്മൾ മോഹൻലാലിന് ഞാനായിട്ട് ഭയങ്കര അടുപ്പമാണ്. അദ്ദേഹത്തിന് വെച്ച് എനിക്കൊരു പടം, ആദ്യത്തെ പടം കഴിഞ്ഞിട്ട് 2-3 പ്രോജക്റ്റ് പ്ലാൻ ചെയ്ത് മാറി പോയിക്കൊണ്ടിരുന്നു. അതിനുശേഷം കാർത്തികേയൻ സൂപ്പർ സബ്ജക്റ്റായിരുന്നു. അത് പ്ലാൻ ചെയ്ത് ലാസ്റ്റ് മൂമെൻറ്റ് ഷൂട്ടിംഗ് തുടങ്ങുന്ന 1 മാസം മുമ്പേ അതും നമ്മുടെ കയ്യിൽ നിന്ന് പോയി. പക്ഷേ ലാലിനെ വെച്ച് ഞാനൊരു ഗംഭീര ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നടക്കും.